നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. നമ്മുടെ ജീവിതത്തിൽ വരുമാനം കിട്ടിയിട്ട് അതിൽ നിന്ന് മന്ത്ലിയുള്ള ചെലവുകളൊക്കെ പോയിട്ട് എപ്പോഴെങ്കിലും കുറച്ചൊക്കെ തുക ബാക്കിയാവുമ്പോൾ നമ്മൾ ഇത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ചിട്ടികൾ. ചിട്ടികൾ ലോക്കലി നാട്ടിൻപുറങ്ങളിൽ ഒരുപാട് ചിട്ടികൾ ഉണ്ടാവും, പ്രൈവറ്റ് കമ്പനികൾ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്ക് കുറച്ചുകൂടി ധൈര്യത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിട്ടിയാണ് KSFE ചിട്ടി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് KSFE ചിട്ടി ലാഭമാണോ നഷ്ടമാണോ? ഈസ് ഇറ്റ് ആക്ച്വൽ എ ലോസ്? ദ 5% കമ്മീഷൻ സീക്രട്ടിനെ കുറിച്ചും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചിട്ടിയുടെ കണക്ക്, ദ മാത്തമാറ്റിക്സ് ഓഫ് ലോസ്. മലയാളിയുടെ പ്രധാന സമ്പാദ്യമാണ് ചിട്ടി. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരു 5 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ 25,000 രൂപയാണ് നിങ്ങൾ കമ്മീഷൻ കൊടുക്കുന്നത്. ഫോർമാൻ കമ്മീഷൻ എന്ന പേരിലാണ് നിങ്ങളുടെ ലാഭമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോകുന്നത്. പ്രധാനമായിട്ടുള്ള ചിട്ടി ഇനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ലോങ് ടേം ചിട്ടികൾ ഉണ്ടാവും. ഒരു 60 മുതൽ 100 മാസം വരെയുള്ള ചിട്ടി സമ്പാദ്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചിട്ടിയാണിത് ഫോർ സേവിങ്സ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള ചിട്ടികൾ ഉണ്ടാവും. ഹ്രസ്വകാലം ഒരു 30 മുതൽ 40 മാസം വരെയുള്ള ചിട്ടിയാണ്. ഇത് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിട്ടിയാണ്, ക്വിക്ക് മണി നീഡ്സിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മൾട്ടി ഡിവിഷൻ ചിട്ടി വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഭാഗ്യവും അതായത് ലോട്ടറി, ലേലവും ഓപ്ഷൻസും ഒത്തുചേർന്ന ഒരു ചിട്ടി. ഒരേ സമയം പണം കിട്ടാനും ലാഭം ഉണ്ടാകാനും സാധിക്കുന്നു. അതേ സമയത്ത് നമുക്ക് ചിട്ടി വിളിക്കും, ഓട്ടോമാറ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓപ്ഷൻസ് നടക്കും. അതേപോലെ തന്നെ അതിനകത്ത് തന്നെ നറുക്കും ഉണ്ടാവും. അപ്പോൾ നറുക്കിട്ടിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് വിളിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ്. ഇനി നമുക്ക് അടുത്തത് മനസ്സിലാക്കേണ്ടത് കമ്മീഷന്റെ കണക്കുകളാണ്. ദ കമ്മീഷൻ കാൽക്കുലേഷൻ. എക്സാമ്പിൾ, 5 ലക്ഷം രൂപയുടെ ചിട്ടി, നേരത്തെയുള്ള ചിട്ടി, ഇതിന്റെ ഫോർമാൻ കമ്മീഷൻ ആയിട്ട് വരുന്നത് 5% ആണ്. അത് 25,000 രൂപ ആദ്യം തന്നെ പോയി. GST ഓൺ കമ്മീഷൻ 18%, 4,500 രൂപ GST ആയിട്ട് അതിലും പോയി. ഡോക്യുമെന്റേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് 2,000 രൂപ വീണ്ടും പോയി. ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് വരുന്നത് 31,500 രൂപയാണ് ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ തുക നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇത് ചിട്ടിയുടെ നടത്തിപ്പ് ചെലവായിട്ട് പോകുന്ന ഒരു എമൗണ്ട് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് പ്രോഫിറ്റ് വാസ് ലോസ് അനാലിസിസ് ആണ്. നമ്മൾ നോർമലി ഈ ഒരു എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന പലിശ അത് നമുക്ക് ഇതിനകത്ത് നഷ്ടമാണ്. കാരണം ഇതിനകത്ത് ചെലവ് തന്നെ ആയിട്ട് 31,500 രൂപ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര നഷ്ടമുള്ള ഒരു പരിപാടിയാണിത്. പിന്നെയുള്ളത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സുരക്ഷ, അതായത് ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് 100% സേഫ് ആയതുകൊണ്ട് പലരും ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒന്ന് പറയാം. പാസ്ബുക്കിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടും. അതായത് പാസ്ബുക്ക് ലോൺ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര എമൗണ്ട് അടച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു സർട്ടൈൻ നിങ്ങൾക്ക് ലോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ടാക്സ് ബെനിഫിറ്റ്, ഡിവിഡൻഡ്, വരുമാനത്തിന്റെ നികുതി ഇളവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളത്, ഇപ്പൊ ഞാൻ ഫീൽ ചെയ്ത കാര്യം പറയുന്നത് കേട്ടോ, ഇത് വിളിക്കണമെങ്കിൽ ഭയങ്കര ചടങ്ങാണ്. വിളിക്കണമെങ്കിൽ ഈസിയാണ്, നമുക്ക് വേറെ വിളിച്ചെടുക്കാം. പക്ഷെ വിളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒന്ന്, നമ്മൾ നമ്മുടെ സ്ഥലത്തിന്റെ അത്രയും വാല്യൂഷനുള്ള ഒരു 6 ടൈംസ് എങ്കിലും വാല്യൂഷനുള്ള ഒരു ലാൻഡ് കൊണ്ടുപോയിട്ട് നമ്മൾ വെക്കണം. അതിന്റെ പേപ്പർ, ആധാരം, എല്ലാ സാധനവും കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ പൈസ തരും. നമ്മൾക്ക് ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ വീടിന്റെ ആധാരം അടക്കം കൊണ്ടുവെക്കണം. അടുത്ത രണ്ടാമത്തെ കേസ്, നമ്മൾ അതിന് വർത്തായിട്ടുള്ള സ്വർണ്ണം കൊണ്ടുവെക്കണം. അതും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജാമ്യം കൊണ്ടുപോയിട്ട് വെക്കണം. അപ്പൊ ഇത് ഏതെങ്കിലും വെച്ചാലേ കിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൻപുറത്ത് ഒക്കെ ഉള്ള ചിട്ടികൾ ഇങ്ങനെയൊന്നും കൊണ്ടുവെക്കണം ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒരു ചെക്ക് മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് പേപ്പർ കൊടുത്താൽ നമ്മുടെ ചിട്ടിയുടെ തുക നമുക്ക് കിട്ടും. ഇത് നമുക്ക് ആ തുക കിട്ടാൻ ഭയങ്കര റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിനെ സേഫ് ആയിട്ട് കാണുന്നുണ്ട്. മീൻസ് പെട്ടെന്ന് ചിട്ടി പൊട്ടിപ്പോവില്ല. അപ്പൊ ആരെങ്കിലും പൈസ അടക്കാതെ വരുമ്പോഴാണല്ലോ ചിട്ടി പൊട്ടിപ്പോകുന്നത്. അപ്പൊ ചിട്ടി പൊട്ടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. ബട്ട് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങളൊരു സേവിങ്സ് പോലെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാളും മ്യൂച്വൽ ഫണ്ട് SIP-കളാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ റിട്ടേൺ കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ ഒരാവശ്യം അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വിളിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിളിച്ച് കിട്ടുള്ളൂ, ആ ഫണ്ട് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇനി ആ ഫണ്ട് എടുത്തിട്ട് ഇങ്ങനെ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഇത് സേഫ് ആയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അവിടെ ചിട്ടി കൂടിയിട്ട് ആ എമൗണ്ട് അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു പെർസെന്റേജ് ഒക്കെ കിട്ടുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതൊക്കെ ബെറ്റർ ആണ്. അതേപോലെ ചിട്ടിയിൽ കുറച്ച് നാള് അടച്ചിട്ട് ഒഴിവാക്കിയ കുറെ ചിട്ടികളൊക്കെ ഉണ്ട്, മുടക്ക ചിട്ടികൾ. അങ്ങനെയുള്ള ചിട്ടി വാങ്ങിക്കുന്നതിലും കുറച്ച് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ വരും ദിവസങ്ങളിൽ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. ചിട്ടിയെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചിട്ടി ഒരു നിക്ഷേപ രീതിയല്ല, അതൊരു കടമെടുക്കൽ ഉപാധിയാണ്. കടമെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മളിപ്പോൾ വീട് പണിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ കടവും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്, ലോൺ. അപ്പൊ അങ്ങനെ ചിട്ടി കൂടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു വീട് പണിയാം, ആ ഫണ്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യാം എന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് ബെറ്ററാണ്. ഓരോ കാര്യങ്ങൾക്കും ഒരു ഇൻസ്ട്രുമെന്റിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കത് പണി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കയ്യിൽ കുറച്ച് കാശ് ബാലൻസ് ഉണ്ടെന്ന് വിചാരിച്ച് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ചിട്ടി എന്ന് ഒരിക്കലും നമ്മൾ തെറ്റിയിരിക്കരുത്. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ ഇതുപോലുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ടിപ്സ് കാര്യങ്ങളൊക്കെ വരും ദിവസം
ദിവസങ്ങളിലെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചിട്ടിയിലുള്ള നിങ്ങളുടെ അനുഭവം, എൻ്റെ അനുഭവം ഇങ്ങനെയാണ്, ഞാൻ കുറേ പാടുപെട്ടു എൻ്റെ കയ്യിലൊന്ന് കാശ് കിട്ടാൻ. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ നിഷോണി, സൈനിങ് ഓഫ്. ബൈ.